സിനിമയുടെ ഏറ്റവും നല്ല വർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറയാം. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇന്നലെ ഇറങ്ങിയ ഹേമകൃഷ്ണ റിപ്പോർട്ടിന് ശേഷം എൻറ്റയർലി മാറിയിരിക്കുകയാണ്. എല്ലാവരും സംശയത്തിന് ആരുടെയൊക്കെ പേരൊന്നും അറിയില്ല, എല്ലാവരും സംശയത്തിന് മുൻനിരയിലാണ് വരുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കും തന്നെ. മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട്, അവർ നോക്കുകയാണെന്നുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ അത് എൻറ്റയർലി മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേരായി മാറും എഴുതുന്നുണ്ടോ? ഒരിക്കലും നേരെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ 70 പേജുകളുടെ വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിളായി കൂടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഓരോ സിനിമാ മേഖലകളിലും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും റിപ്പോർട്ട് പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. സാർ പറഞ്ഞ 2017 ഇത് കൊടുത്തത്, ഇത്രയും വർഷം എടുത്തു. എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറഞ്ഞാൽ ഉന്നതരുണ്ട്, ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിനുമില്ല. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണ് ഇപ്പോൾ അവർക്ക് സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ പേരുകൾ പറയുവാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ക്ലാരിറ്റി വരില്ല. അതോട് പറഞ്ഞ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഇരകളുടെ സ്വകാര്യത മാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇത്തരം ആളുകൾ ആരാണ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം. ആ ആളുകളെ നീക്കുന്ന നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. അത് വഴിയാവുന്ന കാരണം എനിക്കറിയില്ല. പക്ഷേ വൈകുന്ന റിപ്പോർട്ട് എന്തായാലും അതെ, വൈകുന്ന റിപ്പോർട്ട് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത്. വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പൊതുസമൂഹത്തോട് പറയുന്നത് എന്തിനാണ് ആരെയും പേടിക്കുന്നത്, അത് നല്ലൊരു റിപ്പോർട്ട് എന്തിനാണ് അത് ഭയക്കുന്നത്. അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നു വന്ന പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചുള്ള ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും അത് മാറിയത്. ഇത്തരത്തിലുള്ള ഒരു മലയാള സിനിമയിൽ നടക്കുന്നതായിട്ട് തോന്നുന്നത് നമുക്കറിയാലോ. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറയുമ്പോൾ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വ്യക്തി. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു. ഇത് തിലകൻ ചേട്ടൻ, ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടന്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യനൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ച് ഒരു പരാമർശിക്കുന്നുണ്ട്. ആ പവർ കമ്മിറ്റിയെ കുറിച്ച് ആ പേരല്ലെങ്കിലും ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടന് രണ്ടാമത് ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിലേക്കൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി വരിക. വർഷത്തരം അശ്ലീലത്തരം പഠിച്ച പരീക്ഷയെല്ലാം ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷയിൽ മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ പഠിക്കാൻ
4 വർഷം കഴിഞ്ഞ് പൂർത്തിവെച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനിയില്ല ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, സംഘടനകളിലെ എല്ലാവരെയും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പഠിക്കണം, നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പഠിക്കണം. ഇനി ഇങ്ങനെ മാറി മാറി പോകാതെ അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയിൽ ഈ വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്ത് പഠിക്കണം. ലീഡ് റോൾസ് വരുന്നവർ വളരെ വിരളമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ലീഡ് റോൾ കൊടുക്കുന്ന പെർസെന്റേജ് കാണിച്ചിട്ടുണ്ട്. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാണെന്നുള്ള ഇതിലാണ് കാണിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ്, അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല, അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊരു കാരണക്കാരൻ നമ്മളും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനൊരു സിനിമ വേൾഡ് ഇന്ത്യൻ സിനിമാ ക്ഷേത്രത്തിന് അപൂർവമായ സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, കാണാത്തതും കേൾക്കാത്തതും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി മൂടുകയും ചെയ്യുന്ന ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടായി. അത്തരം സിനിമ ഉണ്ടാക്കിയ, വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും തന്നെ. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമേഴ്സ്യൽ സിനിമയിലൊക്കെ കടന്നു പറയാൻ ആവശ്യപ്പെടുക? എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച് പ്രവർത്തിക്കുന്നത്, കുറച്ച് ഫൈറ്റ് ആളുകൾ കാണിക്കുന്നുണ്ടോ? കാണും. സ്ത്രീകൾക്ക് ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും ചെയ്യാൻ പോകും. സ്ത്രീകളെ ഫൈറ്റ് കാരണം എന്താ, നമ്മൾ അച്ഛന്മാരടി മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ജീവിക്കുന്നു. അമ്മമാരടി പോലെ ശരിക്കും കഴിച്ചില്ല. കാലം മാറും, തരും. നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാക്കും. ആർജവം ആണല്ലോ എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടുള്ളതാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയത്തിൽ പെടുത്തുന്നത്. ഈ ആർജവമുള്ളവരിൽ തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച് ഈ സിനിമയിലേക്ക് ಫೈಟ್ ಮಾಡಿ ಕೊಟ್ಟಿರುತ್ತೆ. ಇದು ಗೋಡಿ ಇಂದ ಮರಿಕಲ್ಲ ಲೈಕ್